എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്, അതേപോലെയാണ് ഒരു യുവാവാണെങ്കിലും ഒരു യുവതിയാണെങ്കിലും അവരവൻ്റെ ബൈക്കായാലും കാറായാലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എടുക്കുക. അത് അവരുടെ ഒരു കുറേ കാലത്തെ സാമ്പത്തികം സ്വരുക്കൂട്ടി വെച്ചിട്ട് മേടിക്കുന്നതാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെ തന്നെയാണ് ഒരു വണ്ടി വാങ്ങുന്നത്. ഇത് പറയാൻ കാരണം ഞാൻ കുറേ കുടുംബത്തിൽ കണ്ടിട്ട് വണ്ടി വാങ്ങാൻ മുമ്പോൾ ഒരു നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരമ്മ ഒരു കുട്ടിക്ക് എത്രത്തോളം ജന്മം കൊടുക്കുന്ന പോലെയാണ് ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോ അവർ കുറേ കഷ്ടപ്പെട്ട് പൈസ എടുത്ത് വെക്കാത്തവരൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും വേറെ കാശ് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് നമ്മളത് എടുത്ത് വാങ്ങിച്ച് വെക്കും. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും നിരസിക്കാതിരിക്കുക. എനിക്കിന് ഒരുപാട് വട്ടം അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാനത് മുമ്പോട്ട് പോയി സ്വന്തമായി മേടിച്ചു. അപ്പോൾ ഇപ്പോൾ അത് എനിക്കൊരു കുട്ടിയെ പോലെ ഒരമ്മ കഷ്ടപ്പെട്ട് എത്രത്തോളം ഒരു കുട്ടിക്ക് ഇപ്പോൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്ന പോലെയാണ് ഒരാൾ ഒരു വണ്ടി വാങ്ങിയിട്ട് ഇങ്ങനെ നോക്കും എന്നാലോചിക്കുക. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒരുപാട് കഷ്ടപ്പെട്ട് പൈസയൊക്കെ എടുത്ത് വെച്ച് വണ്ടി വാങ്ങുന്നവരെ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. എന്ന് വെച്ചാൽ അത് അവരുടെ മാനസികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടി പറഞ്ഞാൽ എൻ്റെ കുട്ടീനെ പോലെ കേട്ടോ. ഒന്നാലോചിച്ച് ഒരുപക്ഷെ ചിലപ്പോൾ നമ്മൾ നിരുത്സാഹപ്പെടുത്തി കഴിഞ്ഞാൽ അത് അവരുടെ ഭാവിയെ തന്നെ ബാധിക്കും. അല്ലെങ്കിൽ അവർക്ക് ഞാൻ ഇത്രയും ചെയ്തിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നുള്ള തോന്നരുത്. ശരിക്കും നമ്മളത് ചെയ്യരുത്. അപ്പോൾ ഒരു കുട്ടിക്ക് ഒരമ്മ എത്രത്തോളം സഹിച്ചും കഷ്ടപ്പെട്ടും നല്ല രീതിയിലാണ് കൊണ്ടുവരുന്ന പോലെയാണ് ഓരോ ആൾക്കാരും വണ്ടി വാങ്ങുന്നത് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഒരു തെറ്റല്ല. മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ച് നമ്മളൊന്നും ചെയ്യാനും പാടില്ല. അത് മെയിൻ കേസാണ്. അപ്പോൾ നമ്മളൊരു ചെറിയ വളരാനുള്ളൊരു സാഹചര്യം കൊടുക്കുന്ന സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അവരൊരിക്കലും വളരില്ല. അവരായ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഇതെന്തോ എനിക്കറിയില്ലെങ്കിൽ പറയണത് തോന്നി. ഇതുപോലെ ഞാൻ കഷ്ടപ്പെട്ടാണ് എൻ്റെ വണ്ടി ഓടിച്ചത്. അപ്പോൾ മാക്സിമം എല്ലാവരും അവോയ്ഡ് ചെയ്യുക. പക്ഷേ കഷ്ടപ്പാടുകൾ ഉണ്ടാവും. പക്ഷേ അവർ അധ്വാനിച്ച് പൈസ എടുത്തു വെച്ച് ചെയ്യാൻ കാണിച്ച മനസ്സില്ല. അത് ഏറ്റവും വലുത്. ഹാറ്റ്സ് ഓഫ്. അപ്പോൾ നമ്മളൊരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. കീപ് ഗോയിങ്. മുമ്പോട്ട് എപ്പോഴും പ്രോത്സാഹിപ്പിച്ചാലേ എപ്പോഴും മക്കളുടെ കാര്യമായാലും എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാവുള്ളൂ. ഞാൻ ജസ്റ്റ് വണ്ടിൻ്റെ കേസിന് കണ്ടപ്പോൾ എൻ്റെ ഫാമിലിയിലും ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അവരോട് സമ്മതിക്കുന്നില്ല വണ്ടിയെടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറയണം തോന്നും. അപ്പോൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത്. അവർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങളെ ഒരുപാട് ചെയ്യാൻ പറ്റും. ചെറിയ രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക. അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അത് ചെയ്യണം. അപ്പം ഞാൻ കമ്പയർ ചെയ്ത് ആലോചിക്കണം. ഒരു അമ്മക്കുട്ടിക്ക് ജന്മം നൽകുന്ന പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഒരു പയ്യനോ ഒരു പെൺകുട്ടിയോ ഒരു വണ്ടി വാങ്ങുന്നതും.